കാസർഗോഡ് കൊളത്തൂരിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കൊളത്തൂരിലെ ജനാർദ്ദന്റെ പറമ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്? നിരവധി തവണയായി ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന പരാതികൾ ഉയർന്നിരുന്നതായിരുന്നു. നിരന്തരമായി പുലി സാന്നിധ്യമുണ്ട് എന്ന് ജനങ്ങൾ പരാതി പറയുന്ന ഇടത്ത് തന്നെയാണ് വീണ്ടും രണ്ടാമത് ഏകദേശം ഒരു മാസത്തിനിടയിൽ തന്നെ രണ്ടാമത്തെ തവണ പുലി കൂട്ടിൽ കുടുങ്ങുന്നത്. അത് ജനവാസ മേഖലയ്ക്ക് വീടിന്റെ മുറ്റത്തിന് തൊട്ടരികിലുള്ള കൂട്ടിലാണ് പുലി കുടുങ്ങിയത് എന്നത് ഏറ്റവും ഗൗരവമായി വനംവകുപ്പ് അധികൃതരടക്കം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഈ കരയ്ക്ക് കൊളത്തൂരിന്റെ നേരെ അപ്പുറമുള്ള പയസ്വിനി നദിയുടെ തൊട്ടപ്പുറത്തുള്ള കരയിൽ നിന്ന് പാണ്ടിക്കണ്ടം അടക്കമുള്ള പ്രദേശത്ത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ നിരന്തരമായി പുലിയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആ വാർത്ത. അതിന് തൊട്ടു പിറകെയാണ് ഇപ്പോൾ കൊളത്തൂരിൽ വീണ്ടും പുലിയെ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 23-നും ഈ പുലിയെ കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ അകലെ ആയിട്ടാണ് ആദ്യം ഒരു ആൺപുലിയെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പിടികൂടുന്നത്. അതിനു മുൻപ് ഫെബ്രുവരി 5-ന് പന്നിക്കണിയിൽ കുടുങ്ങിയ പുലി വനംവകുപ്പിന്റെ ആചാരത്തെ തകർത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യവും ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾക്ക് വലിയ ഭീതിയും ആശങ്കയും ഉണ്ടാവുന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുലി അവിടെ നിന്ന് പള്ളത്തിങ്കാലിലെ വനംവകുപ്പ് ഓഫീസിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് അധികൃതർ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിനുശേഷമായിരിക്കും കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഉൾവനത്തിൽ തുറന്നുവിടാനുള്ള തീരുമാനം വെറ്റിനറി സർജന്മാരടക്കം എത്തിയ ശേഷമായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. മോദി. ശരി സാരംഗ്. കാസർഗോഡ് കൊളത്തൂരിലാണ് സംഭവം. കൊളത്തൂരിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങുകയായിരുന്നു.